കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇന്ന് ഡിസംബർ 1, 2024 അവസാന മാസത്തിന്റെ ആദ്യ ദിനം. ജീവിതത്തിൽ നിന്നും അടർന്നു പോകുന്ന ദിനങ്ങളൊന്നും ഇനിയൊരിക്കലും തിരികെ ലഭിക്കില്ലെന്ന തിരിച്ചറിവിലാണ് നമ്മൾ ജീവിതത്തെ പ്രണയിക്കാൻ തുടങ്ങുക. കാലത്തിന്റെ തേരോട്ടങ്ങളെ തടയാനുള്ള ശക്തി മനുഷ്യർക്കില്ലല്ലോ. അതിനാൽ കൂട്ടുകാരെ, ഒരു ദിവസം ഒരാളുടെയെങ്കിലും സന്തോഷത്തിന് കാരണമാവുക. അതിന് സാധിച്ചില്ലെങ്കിൽ ആരുടെയും ദുഃഖത്തിന് കാരണമാവാതിരിക്കുക. മനസ്സ് വെച്ചാൽ സാധിക്കും. സാധിക്കട്ടെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പ്രിയോ. ഞാൻ സാധിക ശ്രീകുമാർ, സൈനിങ് ഇൻ വിത്ത് ടീന ടീച്ചർ ആൻഡ് 6B സ്റ്റുഡൻസ്. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഡിസംബർ 5 മാതൃസംരക്ഷണ ദിനം. ഈ ദിനത്തോടുള്ള സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് സെബാസ്റ്റ്യൻ ആലപിക്കുന്നു നമ്മൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം. 2003 ശ്രീ കമലിൻ്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് നമ്മൾ. ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. ശ്രീ KJ യേശുദാസ് ആലപിച്ച ഈ ഗാനത്തിലുണ്ട് ഒരമ്മയുടെ സ്നേഹം മുഴുവൻ. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. എനിക്കു തരാൻ ഇനിയുണ്ടോ കൂടുകൂടെ ചിരിക്കുന്ന പൊൻപാവം? വിശക്കുമ്പോൾ പകരാമോ തൈർകലം തൂകുന്ന തൂവെണ്ണ? എനിക്കെൻ്റെ ബാല്യം ഇനി വേണം, എനിക്കെൻ്റെ സ്നേഹം ഇനി വേണം. അലയേണമീ കിനാച്ചിറകിൽ എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. പകൽ മഴയിൽ നനയുന്നു, പരലായി തുടിക്കുന്നൊരിള മനസ്സ്. തുഴയാതെ തുഴയുന്നു വാത്സല്യ കടലിലെ പൂക്കൊതുമ്പ്. ഇനി എന്തു വേണമറിയില്ലല്ലോ, ഇനി എന്ത് മോഹമറിയില്ലല്ലോ. വെറുതെ പറന്നു പോയി നിലവ്. എന്നമ്മേ ഒന്നു
നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ. എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ. എത്ര രാവിൽ ഞാൻ നനച്ചു. താങ്ക് യു. An English story with a moral presenting to you by Amaya Justin. Sharing is caring. Once lived a girl named Ria. She never used to share her things to anyone, not even with her friends. One day she went for a picnic with her class friends. She had brought fruits for lunch. Suddenly she fell down and her strawberries too fell down. She started crying very loudly. One of her classmates, Rani, came to her and asked, "Don't cry, please. Take my sandwiches." Ria asked Rani, "Why are you sharing your food with me?" Rani said, "Because my mother says sharing is caring." From this onwards, Ria started sharing her things with everyone. She had learned an important lesson that sharing is caring. So, the moral of the story, always share your things with others because sharing is caring. Thank you. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മാപ്പിളപ്പാട്ടിന്റെ പരമ്പരാഗത മനോഹാരിതയുമായി എത്തുന്നു ഐഷ മിൻഹ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽക്കാനെന്ന ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽക്കാനെന്ന ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. സുസ്ഥിരമിൽ മികദൂതനെ വിട്ട് സ്ഥിതിഗതി അഹ്മദിനെ അറിവിട്ട് സുബ്ഹാനവരുടെ വിധി പോലൊത്ത് മുല്ലപ്പൂമ്പാശാങ്കത്താൽ തോഴിയാൽ പറയുന്നു മെല്ലെ മുഹമ്മദും ശ്രദ്ധിച്ചു കേൾക്കുന്നു. മന്ത്രിക്കും മട്ടിലൊരു മറുപടി പറയുന്നു. പുഞ്ചിരി തൂകുന്നേ നാണം കുണുങ്ങുന്നേ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽക്കാനെന്ന ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുളുവിലാൻ സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. അബ്ബാസിൻ മകൻ ഹംസത്തിന്നോരത്തരമുള്ളവരൊത്തൊരുമിത്ത് എത്തി ഹുവൈലിദിനിത്തരമൊത്ത് ആരംഭ മകളാറ്റൽ ബീവി ഖദീജാനെ അബ്ദുല്ലാവിൻ്റെ മകനിനയാക്കി കൊടുക്കാനെ ആനന്ദ ഹുവൈലിദിൻ സമ്മതമരുളുന്നേ. പഞ്ചാരക്കുന്നിന്മേൽ തേന്മഴ ചാറുന്നേ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽക്കാനെന്ന ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ.
പൂത്തൊരു പുഞ്ചിരി ചന്ദിരനൊത്ത് ബീവി ഖദീജ ചുണ്ടു തൊടുത്ത് ദീതമേനയിൽ മൊഞ്ചു പെരുത്ത് മണവാളൻ മാനം കൊള്ളാൻ മാനസം കോതിക്കുന്നേ മണവാട്ടി ചമയുവാൻ ഖദീജ തീരക്കുന്നേ മേലായ പടച്ചോന്റെ വിധി വന്ന് പുലരുന്നേ എല്ലാരും എത്തുന്നേ കൽബ് തുടിക്കുന്നേ മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാബി മുന്തി മുഹമ്മദിനെ വേൽക്കാനെന്ന ജബല്ല മാലിനി മണിയായ ഖദീജാബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ. പുസ്തകങ്ങൾ നമുക്കെന്നും കൂട്ടുകാരാണ്. അബിയ മേരിദാസൻ അവതരിപ്പിക്കുന്ന ഒരു പുസ്തക പരിചയം നമുക്ക് കേട്ടാലോ. മലയാള ഭാഷയിലെ പ്രമുഖ എഴുത്തുകാരനായ മുട്ടത്തു വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് ഞാനിവിടെ വിവരിക്കുന്നത്. സഹോദര സ്നേഹത്തിന്റെ മഹിമ വിളിച്ചോതുന്ന സുന്ദരമായ കഥ. ഈ കഥയിലെ 2 പ്രധാന കഥാപാത്രങ്ങളാണ് ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട് തൻ്റെ പേരമ്മയോടൊപ്പം കഴിയേണ്ടി വരുന്ന ബേബിയുടെയും ലില്ലിയുടെയും കഥ. ബേബി 4ാം ക്ലാസ്സിലും ലില്ലി 2ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. പേരമ്മയോടൊപ്പം ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നതിനിടയിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം മഴ പെയ്തു. കുടയില്ലാത്തത് കൊണ്ട് ബേബി തൻ്റെ അനുജത്തിയോട് പറഞ്ഞു മുന്നിൽ പോകുന്ന ഗ്രേസിയുടെ കുടയിൽ കയറാനും താൻ ഓടിയെത്താമെന്നും. എന്നാൽ ഗ്രേസി ലില്ലിയെ കുടയിൽ കയറ്റിയില്ല. അതിനു പകരമായി പൂമംഗലം തറവാട്ടിലെത്തി ബേബി അവളെ കല്ലെറിഞ്ഞു. അത് വലിയ പ്രശ്നമായി. അവൻ തൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഒരു കാളവണ്ടിയിൽ കയറി ദൂരേക്ക് യാത്രയായി. അവൻ്റെ മനസ്സിൽ നിറയെ കുഞ്ഞനുജത്തിക്ക് കുട വാങ്ങണം എന്ന സ്വപ്നം. എന്നാൽ സാഹചര്യങ്ങൾ അവരെ 2 ധ്രുവങ്ങളിലാക്കി. ഡോക്ടർ ജോണിൻ്റെ പക്കലെത്തിപ്പെട്ട ലില്ലിയും സൗദാമിനി ടീച്ചറുടെ അടുത്തെത്തിയ ബേബിയും വീണ്ടും കണ്ടുമുട്ടുന്ന സന്ദർഭം വളരെ ഹൃദയസ്പർശിയാണ്. അവർ പഠിച്ച് വലുതായി. വർഷങ്ങൾക്ക് ശേഷം ഒരു മധുര പ്രതികാരം പോലെ ആ കുട ഗ്രേസിയിൽ നിന്നും ലില്ലിക്ക് ലഭിക്കുകയും ചെയ്യുന്ന വളരെ സുന്ദരമായ കഥാവസാനം. സ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും മധുരം വിതറുന്ന മനോഹരമായ ഒരു കഥയുടെ അവസാനം. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ കഥ വായിക്കണം. നന്ദി. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. എയ്ഡ്സ് ഒരൽപ്പം ഭയത്തോടെയാണ് നാം ആ രോഗാവസ്ഥയെ കാണുന്നത്. എന്താണ് എയ്ഡ്സ്? കേൾക്കാം ഗൗരി നന്ദ NS. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എന്താണ് എയ്ഡ്സ്? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നതാണ് എയ്ഡ്സിൻ്റെ പൂർണ്ണ രൂപം. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ തകരാറിലാക്കുന്ന രോഗമാണ് എയ്ഡ്സ്. ഒരു സ്ഥിര ശരീരമില്ലാത്ത ജീവിയാണ് വൈറസ്. ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുവാൻ കഴിവുള്ള പ്രതിരോധ കോശങ്ങളാണ് ലിംഫോസൈറ്റുകൾ. എന്നാൽ ശരീരത്തിലേക്ക് കടക്കുന്ന HIV വൈറസ് ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും പ്രതിരോധശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുമൂലം പല രോഗങ്ങളും ശരീരത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് എയ്ഡ്സ്. പനി, തൊണ്ടവേദന, ചർമ്മത്തിലെ പാടുകൾ, ഓക്കാനം, വേദന, തലവേദന, വയറിന് അസ്വസ്ഥത എന്നിവ എയ്ഡ്സിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗമാണ് എയ്ഡ്സ്. അതിനാൽ നാം HIV പകരാതിരിക്കുവാൻ ശ്രദ്ധാലുക്കളാവേണ്ടതാണ്. കേട്ടോ കൂട്ടുകാരെ? ഡിസംബറിന്റെ കുളിരിന് ജിംഗിൾ ബെൽസിന്റെ പശ്ചാത്തല ഗീതം, എ പിയാനോ സോങ് ബൈ ഗൗരീഷ്.
listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. Let us enrich ourselves with an inspiring drama, Clever Carla, by Yedu Jayesh, Vignesh G, Samuel, Aisha Minha, and Amaya Justin. Here is a short play of a farmer who tries to sell his product. Hear it and enjoy. Clever Carla. In the city of Palermo, Italy, there lived a poor farmer and his young daughter, Carla. The farmer worked hard to cultivate fine grains and fresh vegetables, which he sold at nearby market. Carla helped her father by watering the plants and collecting the grains. Scene 1. One day, the farmer loaded his wagon with grains and hitched up his only horse. Wish me luck, Carla. I am going to market and hope to return before dark with my pocket filled with money. Good luck, Papa. Do come back soon. I will have the rest of the grains collected by the time you come back. Scene 2. In the street. Hey, wait, my good fellow. He picks up a handful of grains and admires them. I see you do fine work, very fine indeed. He looks at the farmer with a sly grin. How much for everything? 20 copper pieces for everything. It's a deal. Here is the money. The merchant climbs on the wagon, seats himself next to the farmer. Now step down and be on your way. What's this? Come now, my dear fellow, let's not agree. You did agree to sell me everything, did you? Well, yes, but I take you at your word, everything included, your wagon and your horse. After all, a deal is deal. If you don't agree with me, we will go before the judge. There is one just down the street. Scene 3. In the court. did you agree to sell everything? Well, yes, but then a deal is a deal, and you must do as you agreed. The farmer walks back home with the cruel merchant's wrath ringing in his ears. When he gets home, he explains everything to Carla just as it happened. What a greedy old man. But don't worry, Papa, I have an idea. Early the next day, Carla selected a basket full of best ripe watermelons that the farmer had ever made. Let me try my luck at selling this. Scene 4. In the street. Young lady, you look tired. Perhaps I can help you. That would be very nice indeed. She holds out a pair of watermelons. How much for everything? She grins slyly, thinking he can make another good deal for himself. How much will you give me? The merchant takes 3 copper coins in his hand. These are difficult times, lady. This is all I can offer. Everything in your hand. Yes, certainly. Then it is a deal. She holds out her hand for payment. The merchant grins slyly and slides the coin into her hands. Oh, thank you. And I see that you have 3 lovely rings. I will have them as well. Thank you. They are very colorful. What? You must be crazy. But you had agreed to give me everything in your hand, didn't you? And remember, a deal is a deal. Just the way you had a deal with my father the other day. Oh no. Reluctantly, he removes the ring and gives them to Carla. She wipes her tears. She sees his tears and returns the rings. I can cheat anybody as you did. My father taught me not to harm anybody. Take your rings back. The merchant looks at Carla in wonder. ഡിസംബർ 3 ഭോപ്പാൽ ദുരന്തം. ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനം. തലമുറകൾക്കിപ്പുറം മറവിയുടെ മഞ്ഞിനടിയിലേക്ക് ക്രമേണ മറഞ്ഞു തുടങ്ങുന്ന ആ ദിനത്തെക്കുറിച്ച് സംസാരിക്കുന്നു പ്രവ്യ പ്രജീഷ്. 1984 ഡിസംബർ 2 ഇന്ത്യയുടെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ദിനം. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാളരാത്രിയായിരുന്നു ആ ദിനം. യൂണിയൻ കാർബൈഡ് കോർപ്പറേഷന്റെ ഭോപ്പാലിലെ കീടനാശിനി നിർമ്മാണശാലയിൽ നിന്നും മീഥൈൽ ഐസോസയനേറ്റ് എന്ന വിഷവാതകം
ടൺ കണക്കിന് ചോർന്ന് നഗരത്തിൽ അന്തരീക്ഷത്തിൽ ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കണ്ണുനീറിയും വീർപ്പുമുട്ടിയും നിർത്താതെ ഛർദ്ദിച്ചു. മനുഷ്യനും മൃഗങ്ങളും അടങ്ങുന്ന സകല ജീവജാലങ്ങളും തെരുവുകളിൽ പിടഞ്ഞു വീണു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തം. 48 ടൺ വിഷവാതകമായിരുന്നു ചോർന്നത്. അത് ഭോപ്പാൽ നഗരത്തെ വിഴുങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ യൂണിയൻ കാർബൈഡ് കമ്പനി നടത്തിയ കൈവിട്ട കളിയാണ് അപകട കാരണമെന്ന് പിന്നീട് വ്യക്തമായി. അമേരിക്കൻ കമ്പനിയായതുകൊണ്ട് തന്നെ നിയമ നടപടികൾ പതിറ്റാണ്ടുകൾ നീണ്ടു. ഇന്ത്യയിലും പല വിദേശ രാജ്യങ്ങളിലും ഇതേ തുടർന്ന് നിരവധി നിയമ നിർമ്മാണങ്ങൾ വന്നു. അപകടത്തിനു ശേഷം കമ്പനി ഏറെ നാൾ അടഞ്ഞു കിടന്നു. പിന്നീട് ഈ കമ്പനി മധ്യപ്രദേശ് ഗവൺമെന്റ് നിയന്ത്രണത്തിലാക്കി. 2001 ഡോ കെമിക്കൽ കമ്പനി യൂണിയൻ കാർബൈഡ് വിലക്കു വാങ്ങി. എങ്കിലും യൂണിയൻ കാർബൈഡ് കമ്പനി എന്ന പേര് ഒരു ദുസ്വപ്നമായി ഇന്നും ഇന്ത്യൻ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗാനങ്ങളിൽ സുന്ദരിയാണ് ലളിതഗാനം. ആദിലക്ഷ്മി CR അവതരിപ്പിക്കുന്ന ലളിതഗാനമാണ് അടുത്തത്. അമ്പിളി മുറ്റം മെഴുകുന്ന സന്ധ്യതന്നമ്മ കിളിക്കൂട്ടിനുള്ളിൽ. അമ്പിളി മുറ്റം മെഴുകുന്ന സന്ധ്യതന്നമ്മ കിളിക്കൂട്ടിനുള്ളിൽ. വാത്സല്യപ്പാലമൃതൂട്ടുന്നു മറ്റൊരു പൗർണമി തിങ്കളിനുള്ളം. പൗർണമി തിങ്കളിനുള്ളം. കണ്ണാരം പുത്തി കളിക്കുന്ന ബാല്യത്തിൻ വർണ്ണ ചിറാകു കളേറി. എത്ര പൂത്തുമ്പികൾ പൊന്നിളങ്കാറ്റുകൾ പൂഞ്ചില്ലമേലിരുന്നാടി. പാടുമോ വീണ്ടും ആ ഗാനം, നേരുമോ എൻ സ്നേഹഗീതം. പാടുമോ വീണ്ടും ആ ഗാനം, നേരുമോ എൻ സ്നേഹഗീതം. അമ്പിളി മുറ്റം മെഴുകുന്ന സന്ധ്യതന്നമ്മ കിളിക്കൂട്ടിനുള്ളിൽ. അമ്പിളി മുറ്റം മെഴുകുന്ന സന്ധ്യതന്നമ്മ കിളിക്കൂട്ടിനുള്ളിൽ. വാത്സല്യപ്പാലമൃതൂട്ടുന്നു മറ്റൊരു പൗർണമി തിങ്കളിനുള്ളം. പൗർണമി തിങ്കളിനുള്ളം. കുഞ്ഞു കൈക്കുമ്പിളിൽ മിന്നാമിനുങ്ങിനെ കുഞ്ചിച്ച കാല പ്രവാഹം. സങ്കടത്തോണിയെ തീക്കടൽ തീരത്തു കൈവിട്ടു പോകുന്ന നേരം. കേൾക്കുമോ എൻ മൗനരാഗം, നോവുന്ന ജീവിത താളം. കേൾക്കുമോ എൻ മൗനരാഗം, നോവുന്ന ജീവിത താളം. അമ്പിളി മുറ്റം മെഴുകുന്ന സന്ധ്യതന്നമ്മ കിളിക്കൂട്ടിനുള്ളിൽ. അമ്പിളി മുറ്റം മെഴുകുന്ന സന്ധ്യതന്നമ്മ കിളിക്കൂട്ടിനുള്ളിൽ. വാത്സല്യപ്പാലമൃതൂട്ടുന്നു മറ്റൊരു പൗർണമി തിങ്കളിനുള്ളം. പൗർണമി തിങ്കളിനുള്ളം. അമ്പിളി മുറ്റം മെഴുകുന്ന സന്ധ്യതന്നമ്മ കിളിക്കൂട്ടിനുള്ളിൽ. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് 6Bയിൽ നിന്നും ശ്രേയ. നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ 6Cയിലെ ജുവൽ കുട്ടികൾക്ക്
ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരു അവബോധം നൽകുകയുണ്ടായി. തുടർന്ന് 6Bയിലെ സാധിക ശ്രീകുമാർ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. നവംബർ 26 ദേശീയ വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് ഹെൽത്ത് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 27-ാം തീയതി കുട്ടികൾക്ക് ആൽബൻഡസോൾ ടാബ്ലറ്റ്സ് വിതരണം നടത്തി. കുറുപ്പംപടിയിൽ വെച്ച് നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഓയിൽ പെയിൻറ്റിങ്ങിൽ ഗൗരി ശങ്കർ NS A ഗ്രേഡും പെൻസിൽ ഡ്രോയിങ്ങിൽ വൈഷ്ണവി V A ഗ്രേഡും ഇംഗ്ലീഷ് കഥാരചനയിൽ അലൈന TB B ഗ്രേഡും സംസ്കൃത അഷ്ടപദിയിൽ ദാവിദ് പോൾ A ഗ്രേഡും സംസ്കൃത പ്രഭാഷണത്തിന് ഗൗരി ശങ്കർ ഫസ്റ്റ് A ഗ്രേഡും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ നിന്നും പെൻസിൽ ഡ്രോയിങ്ങിലും വാട്ടർ കളറിലും 6Bയിലെ ഗൗരീനന്ദ A ഗ്രേഡും സംസ്കൃത കഥാകഥനത്തിൽ 7Bയിലെ ശ്രീനന്ദ P A ഗ്രേഡും അക്ഷരശ്ലോകം ഗൗരീനന്ദ B ഗ്രേഡും കരസ്ഥമാക്കി. നവംബർ 27 ലയൺസ് ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സൈറ്റ് ഫോർ കിഡ്സ് എന്ന പേരിൽ ഒരു നേത്ര പരിശോധന ക്യാമ്പ് നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. സമീപ പ്രദേശങ്ങളിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഇതോടെ ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. റേഡിയോ പ്രിയോറിൻ്റെ ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും വരും. Till then, Sadhika Srikumar with 6B students and Tina teacher signing off. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.